നമസ്കാരം. പണ്ടൊക്കെ പാരഡിയിലൂടെ ചിരിപ്പിക്കുക എന്നത് തരംതാണ ഒരു പരിപാടിയായിരുന്നു. അവഗണിക്കപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നും സമാനമായ വിധി ഏറ്റുവാങ്ങുന്ന പാരഡി പാട്ടുകളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും അതിജീവനം നേടിയ മഹാപ്രതിഭയായിരുന്നു വി.ഡി. രാജപ്പൻ. ചിരിയുടെ അമിട്ടുകൾ പതിറ്റാണ്ടുകളോളം നിരന്തരം പൊട്ടിച്ച് മലയാളികളെ ചിരിപ്പിച്ച വി.ഡി. രാജപ്പൻ വിടവാങ്ങിയിരിക്കുന്നു. പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ പലപ്പോഴും ഡെമോക്രസിയെയും കടലോളം സഹായിച്ചിട്ടുള്ള വി.ഡി. രാജപ്പന് അന്ത്യാഞ്ജലികൾ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളം പുതിയ ചരിത്രം എഴുതുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ചരിത്രം എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റുമല്ലാത്ത മൂന്നാമതൊരു ശക്തിയുടെ വിജയം. ഭരണം പിടിച്ചെടുക്കും എന്ന നടക്കാത്ത സുന്ദരമായ സ്വപ്നവും കണ്ട് നടക്കുന്ന കുമ്മനത്തിന്റെ കൂട്ടർക്ക് വല്ല സീറ്റും കിട്ടുമോ? അമിത്ഷാ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന പരീക്ഷയാണ് കേരള BJP-ക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പ്. കുമ്മനം മുതൽ സുരേഷ് ഗോപി വരെയുള്ള ശക്തരിൽ ശക്തരായ പോരാളികളെ ജയിപ്പിക്കാൻ അമിത്ഷാ സ്പാനറും സ്ക്രൂ ഡ്രൈവറുമായി കടന്നു വന്നു. ഓപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ആ വരവ് കണ്ടാൽ അറിയാം ഇപ്പോൾ തന്നെ ജയിപ്പിച്ചു വിടും എന്ന്. നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് നമ്മള് PWD ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കൽ ആ ചൊര ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പഠിച്ചോനെ നിങ്ങള് കാത്തോളി എന്നൊരൊറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ട കേൾക്ക. താമരശ്ശേരി കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പത്തന്നെ പൊടിഞ്ഞു വീണ്. പക്ഷെ എന്താ, ഇഞ്ചിന് അപ്പ അവിടെ ഭയങ്കരം തന്നെ. അപ്പ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിയിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. നീ സുലൈമാനല്ല, ഹനുമാനാണ്. കണ്ടാലും തോന്നും. ദേശീയ അധ്യക്ഷൻ അമിത്ഷാജി, ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മൾ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അമിത്ഷാ BJP-യെ രക്ഷിച്ചാലും ശിക്ഷിച്ചാലും ഉമ്മൻചാണ്ടി UDF-നെ വീണ്ടും ഭരണത്തിലേറ്റാൻ കടുത്ത പ്രയത്നങ്ങൾ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്.